3 മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. പുറമേ നല്ല മൊരിഞ്ഞിരിക്കുന്ന ഉള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഉള്ളിയാണ്. ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്താം. ഇതിലേക്ക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചില്ലി ഫ്ലേക്സിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പച്ചക്കറികൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റം വരുത്താവുന്നതാണ്. പച്ചക്കറി വേണ്ടാന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും ഒഴിവാക്കിയിട്ട് 3 മുട്ടയും ഉപ്പും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ഓംലെറ്റൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ തയ്യാറാക്കി എടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിവിടെ കൂട്ട് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അരികുകളൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോൾ 2 സൈഡിൽ നിന്നും വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് വേവുന്നതിന് മുന്നേ ചെയ്യണം. ഇതിങ്ങനെ ചെയ്തെടുക്കുന്നത് കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇനി അല്ല അങ്ങനെ ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് മൂടി വെച്ചിട്ട് അടച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം വേവാൻ വേണ്ടി വയ്ക്കാം. ഒരു ഭാഗം നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വെജിറ്റബിൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് കാണും. അപ്പോൾ മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മൂടി വെച്ച് അടച്ചിട്ട് വേവിക്കാവുന്നതാണ്. വെജിറ്റബിൾസ് ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്താൽ മതി. എങ്കിൽ മാത്രമേ ഉള്ളോളം വെന്ത് വരുള്ളൂ. ഇതുപോലെ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂട് നല്ലപോലെ ഒന്ന് മാറി വന്നതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് റെക്റ്റാങ്കിൾ ഷേപ്പിലോട്ടേക്ക് ആ ഒരു മുട്ട പൊരിച്ചെടുത്തത്. ഈ ഒരു രീതിക്കാണ് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുക. അത്യാവശ്യം കനം കാണും. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടിൻ്റെ ആവശ്യമായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് അളവ് മൈദയും 1/4 കപ്പിൻ്റെ പകുതി അളവ് കോൺഫ്ലോറും ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും മൈദയിൽ തയ്യാറാക്കിയാലും മതിയാകും. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലിക്വിഡ് ആയിട്ടുള്ള കൂട്ടാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇത് നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ആ ഒരു ലിക്വിഡ് ടൈപ്പ് ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു രീതിക്കാണ് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം 1/2 കപ്പോളം വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒട്ടും കട്ടകളില്ലാതെ നല്ല തിന്നായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാനിവിടെ 2 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട മൈദയുടെ ബാറ്ററിൽ നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വരുന്ന രീതിക്ക് ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു രീതിക്കാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ എല്ലാം തന്നെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അനക്കാൻ നിൽക്കണ്ട. ആ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ഇത് ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഉള്ളിലത്തെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നതാണ്. പുറമേയുള്ള ആ ഒരു ബ്രെഡ് ക്രംസും മൈദേൻ്റെ കൂട്ടും മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ എല്ലാം തന്നെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനായാലും കുട്ടികളുടെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ് ഇത്. സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. പുറമെ നല്ല മൊരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു മുട്ടയുടെ കൂട്ടും നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസും മുട്ടയൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.